സൂപ്പർ മാർക്കറ്റുകൾ, ബക്കാലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ, വാൻ സെയിൽസ് തുടങ്ങി എല്ലാവിധ സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും സൗദി സത്ക വിഭാഗം അപ്രൂവ്ഡ് ആണ്. സൗദി അറേബ്യയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഫേസ് 1 ഇൻവോയ്സിംഗ് നിർബന്ധമാണ്. ഈ ഫേസ് 2 ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? ഈ ഫേസ് 2 ഇന്റഗ്രേഷന് വേണ്ടി കസ്റ്റമേഴ്സിനെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഡിസംബർ 31 അതായത് 2025 ഡിസംബർ 31 മുമ്പ് 1 മില്യൺ ഇയർലി സെയിൽസ് ഉള്ള എല്ലാവരും തന്നെ ഈ ഫേസ് 2 കണക്ട് ചെയ്തിരിക്കണം. ഫേസ് 2 ഇന്റഗ്രേഷൻ നിർബന്ധമാണെന്നാണ് സത്ക പറഞ്ഞത്. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. എനിക്കൊരു പോസ്റ്റ് മെഷീനും സക്ക ഫേസ് 2 സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഇൻവോയ്സിങ്ങിൻ്റെ സോഫ്റ്റ്വെയറും വേണം. ഓക്കെ സർ. ഇത് മിസ്റ്റർ ഷിബു മാത്യു ഇതിലേക്ക് പോസ്റ്റിനെ കുറിച്ചും ഹാർഡ്വെയറിനെ കുറിച്ചും ഫേസ് 2 കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്തതായിരിക്കും. എൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ഒരു പോസ്റ്റ് മെഷീനും സോഫ്റ്റ്വെയറും വേണം. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ പുതിയ നിയമങ്ങൾ അനുസരിച്ചിട്ടുള്ള സക്ക ഫേസ് 1 ഫേസ് 2 സപ്പോർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് വേണ്ടത്. തീർച്ചയായിട്ടും ഞങ്ങളുടെ കയ്യിൽ എല്ലാവിധ സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും ഉണ്ട്. അതായത് സൂപ്പർ മാർക്കറ്റുകൾ, ബക്കാലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഹോട്ടലുകൾ, ഹോൾസെയിൽ റീറ്റെയിൽ ഷോപ്പുകൾ, വാൻ സെയിൽസ് തുടങ്ങി ബാർബർ ഷോപ്പിന് പോലുമുള്ള എല്ലാവിധ സോഫ്റ്റ്വെയറുകളും ഹാർഡ്വെയറുകളും ലഭ്യമാണ്. എനിക്ക് ഈ ഫേസ് 1 ഫേസ് 2 കുറിച്ച് കൂടുതൽ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ സോഫ്റ്റ്വെയർ സൗദി ഗവൺമെൻറ്റിൻ്റെ ഈ സക്ക വിഭാഗം അംഗീകരിച്ചതാണ്? തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാ സോഫ്റ്റ്വെയറുകളും സൗദി സത്ക വിഭാഗം, അതായത് സൗദി കസ്റ്റംസ് ആൻഡ് ടാക്സ് അതോറിറ്റി അപ്രൂവ്ഡ് ആണ് കംപ്ലീറ്റ് സോഫ്റ്റ്വെയർസ്. ഇതിപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? തീർച്ചയായും സൗദി അറേബ്യയിലെ എല്ലാ സ്ഥാപനങ്ങൾക്കും ഫേസ് 1 ഇൻവോയ്സിംഗ് നിർബന്ധമാണ്. അതായത് ഏത് തരത്തിലുള്ള കച്ചവട സ്ഥാപനമാണെങ്കിലും കൈകൊണ്ട് എഴുതിയ ഇൻവോയ്സുകൾ പാടില്ല എന്നതാണ്. എന്ന് വെച്ചാൽ എല്ലാ സ്ഥാപനങ്ങളിലും ബില്ല് പ്രിന്റ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ, അതായത് ബില്ലിംഗ് സോഫ്റ്റ്വെയർ നിർബന്ധമാണ്. അതും സക്ക ഫേസ് 1 അപ്രൂവ്ഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ സക്ക ഇതിനെ പല വേവുകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ 14ാമത്തെ വേവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വേവിന്റെ ഭാഗമായി 5 മില്യൺ റിയാൽ വരെ വാർഷിക കച്ചവടമുള്ള ബിസിനസ് 2025 ഏപ്രിൽ 30 മുമ്പ് ഫേസ് 2 സിസ്റ്റമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യും. പിന്നീട് ലാസ്റ്റ് ഡിസംബർ 31 ആകുന്നതോടുകൂടി 1 മില്യൺ റിയാൽ വരെ വാർഷിക കച്ചവടമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഫേസ് 2 ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കണം. ഞങ്ങളുടെ സോഫ്റ്റ്വെയറിൽ ഇതെല്ലാം ചെയ്യാൻ പാകത്തിനുള്ള സോഫ്റ്റ്വെയറാണ്. ഈ ഫേസ് 2 ഇന്റഗ്രേഷൻ എന്ന് വെച്ചാൽ ശരിക്കും എന്താണ്? ഫേസ് 2 ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ സത്ക സെർവർ, അതായത് സാൻഡ് ബോക്സ് എന്ന് പറയും, അതിലേക്ക് ഇന്റർനെറ്റ് മുഖേന കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു ഇൻവോയ്സ് ജനറേറ്റ് ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ ഡാറ്റ മുഴുവൻ സത്കയുടെ സെർവറിലേക്ക് പോകുന്നതായിരിക്കും. സെർവറിൽ ഈ ഡാറ്റ മൊത്തം അനലൈസ് ചെയ്ത ശേഷം അവിടെ നിന്നും ഒരു ക്രിപ്റ്റോഗ്രാഫിക് സ്റ്റാമ്പ് അത് അപ്രൂവ്ഡ് ആയി എന്നുള്ള രീതിയിൽ സോഫ്റ്റ്വെയറിലേക്ക് എത്തും. അതിനുശേഷം ഇൻവോയ്സ് പ്രിന്റ് ആയി വരുമ്പോൾ ഈ ക്രിപ്റ്റോഗ്രാഫിക് സ്റ്റാമ്പ് ഒരു QR കോഡായിട്ട് പ്രിന്റ് ആയിട്ട് വരും. പിന്നീട് കസ്റ്റമേഴ്സിന് സക്കയുടെ മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഈ QR കോഡ് സ്കാൻ ചെയ്ത് പറയപ്പെടുന്ന ഈ ഇൻവോയ്സ് അപ്രൂവ്ഡ് ആണോ എന്നറിയാൻ സാധിക്കും. ഈ ഫേസ് 2 ഇന്റഗ്രേഷന് വേണ്ടി കസ്റ്റമേഴ്സിനെ ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതായത് ലൈസൻസ് നമ്പർ, വാറ്റ് നമ്പർ തുടങ്ങി ഡീറ്റെയിൽ ഉൾപ്പെടുത്തി എല്ലാം ചേർത്തുകൊണ്ട് അത് രജിസ്റ്റർ ചെയ്തിട്ട് വേണം ഇത് സക്കാവുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. നമ്മളിപ്പോൾ ഈ ബില്ല് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ ഇന്റർനെറ്റിന് എന്തെങ്കിലും പ്രശ്നം പറ്റിയാൽ എന്ത് സംഭവിക്കും? സക്കയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ഡാറ്റയും ബില്ല് ചെയ്യുന്നത് 24 മണിക്കൂറിനകം അവരുടെ ഡാറ്റ സെന്ററിൽ എത്തേണ്ടതാണ്. പക്ഷെ എന്തെങ്കിലും കാരണവശാൽ ഇന്റർനെറ്റ് ഡൗൺ ആകുകയോ അതല്ലെങ്കിൽ അവരുടെ സെർവറുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എന്തെങ്കിലും എറർ വരികയോ ചെയ്താൽ നമ്മുടെ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി അത് വീണ്ടും റീകണക്ട് ചെയ്ത് ഈ ഡാറ്റ സെൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ പ്രോസസ്സിങ് തീരുന്നത് വരെ. എനിക്ക് റിയാദിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഈ പോസ്റ്റ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറും വാങ്ങണമെന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും മോഡലുകൾ സജസ്റ്റ് ചെയ്യാമോ? നമുക്കിപ്പം പല ഡിഫറെൻറ്റ് പാക്കേജസ് ഉണ്ട്. അതിൽ നോർമൽ പാക്കേജ് എന്ന് പറഞ്ഞാൽ സൂപ്പർ മാർക്കറ്റ്, റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസ് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന J1900 പ്രോസസ്സറുള്ള 64 GB SSD-യും 4 GB റാമും ഉള്ള ഒരു പാക്കേജ് അവൈലബിൾ ആണ്. 900 റിയാലാണ് ഇതിന് വരുന്നത്. അതുപോലെ നമുക്ക് ആൻഡ്രോയിഡ് മെഷീൻ ഉണ്ട്. അതും റെസ്റ്റോറൻറ്റ്, ഹോട്ടൽസിനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ, ആൻഡ്രോയിഡ് മെഷീൻ, ഈ ടൈപ്പ് ഓഫ് മെഷീൻസ് ആണ് ആൻഡ്രോയിഡിന് വരുന്നത്. അത് നമ്മുടെ 700+ വാറ്റാണ് വരിക. അതിന് സോഫ്റ്റ്വെയർ ഉൾപ്പെടെയാണ് എല്ലാം വരുന്നത്. പിന്നെ അതുപോലെ നമുക്ക് വാൻ സെയിൽസിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡ് ഹെൽഡ് മെഷീൻസ് ഉണ്ട്. ഇതിന് വിത്ത് സോഫ്റ്റ്വെയർ എല്ലാം അടക്കം 500+ വാറ്റാണ് വരിക.
പിന്നെ അതേപോലെ നമുക്ക് ഡിഫറെന്റ് മോഡൽസ് ഇവിടെ അവൈലബിൾ ആണ്. അതിൽ i3 ഉണ്ട്, i5 ഉണ്ട്, ഡിഫറെന്റ് ഷേപ്പ് ഉണ്ട്, പിന്നെ അതുപോലെ ഡബിൾ ഡിസ്പ്ലേ ഉള്ള മോഡലുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോസ്റ്റ് മെഷീൻസ് അവൈലബിൾ ആണ്. സാറിന്റെ ഇഷ്ടപ്രകാരം ഏതാണോ വേണ്ടത് അത് ചൂസ് ചെയ്യാം. കൂടാതെ പ്രിന്റർ, ബാർകോഡ് സ്കാനർ, സ്കെയില്, ബാർകോഡ് പ്രിന്റർ, സെക്കൻഡ് ഡിസ്പ്ലേ തുടങ്ങിയ എല്ലാ ആക്സസറീസും, എല്ലാ പോസ്റ്റിന് വേണ്ട എല്ലാവിധമായിട്ടുള്ള ആക്സസറീസും അവൈലബിൾ ആണ്. ഈ സോഫ്റ്റ്വെയറിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? അതായത് ഫേസ് 1 ZK പോസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ 250+ വാറ്റ് ആണ് ഇയർലി വരുന്നത്. ഓക്കെ. പക്ഷെ മറ്റ് കമ്പനിയുടെ ഹാർഡ്വെയർ, പോസ്റ്റ് ഹാർഡ്വെയർ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ വർഷം സോഫ്റ്റ്വെയർ സബ്സ്ക്രിപ്ഷന്, ഇൻസ്റ്റലേഷനും എല്ലാം കൂടെ കൂടി 1000 റിയാൽ പ്ലസ് വാറ്റ് ആണ് വരിക. പിന്നീടുള്ള ഓരോ വർഷത്തില് 250 റിയാൽ പ്ലസ് വാറ്റ് വരും അഡീഷണൽ. അപ്പോൾ ഈ ഫേസ് 2ന്റെ പ്രൈസിങ് എങ്ങനെയാണ് വരുന്നത്? ഫേസ് 2ന്റെ പ്രൈസിങ് ഏത് സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഫേസ് 1 ഓൾറെഡി ഉള്ളവർക്ക് ഫേസ് 2 എപ്പം വേണമെങ്കിലും ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഫസ്റ്റ് ടൈമിൽ തന്നെ ഫേസ് 2 കൂടെ ചേർത്ത് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെങ്കിലും ഫേസ് 2 ഇന്റഗ്രേഷന്റെ കംപ്ലീറ്റ് സെറ്റപ്പ് അടക്കം ഉള്ള പ്രൈസിങ് വൺ ടൈം ചാർജ് ആണ്. 250 റിയൽ പ്ലസ് വാറ്റ് ആണ്. അപ്പോൾ സക്ക ഫേസ് 1 ഫേസ് 2 ഇന്റഗ്രേഷനും ZK പോസ്റ്റ് സോഫ്റ്റ്വെയറും ബേസിക് ഹാർഡ്വെയറും കൂടി 1250 പ്ലസ് വാറ്റ് ആണ് നമുക്ക് ചെലവ് വരുന്നത്. അതെ. ഫേസ് 1 ഫേസ് 2 ഇന്റഗ്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ വിത്ത് ഫേസ് 1 ഓൾറെഡി ഉണ്ട്, പ്ലസ് നോർമൽ മെഷീൻ, ഇപ്പൊ പറഞ്ഞ J1900 മെഷീന്, പ്ലസ് ഫേസ് 2 ഇന്റഗ്രേഷൻ എല്ലാം അടക്കം ബേസിക് പാക്കേജ് വരുന്നത് 1150 പ്ലസ് വാറ്റ്. അതുപോലെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ മുതൽ എല്ലാ വർഷവും 250 പ്ലസ് വാറ്റ് അപ്ഗ്രഡേഷൻ ആൻഡ് സപ്പോർട്ടിന് വേണ്ടിയിട്ട് എല്ലാ വർഷവും വരും ഒരു മെഷീൻ. എനിക്ക് ഒരു ഷോപ്പില് ഒന്നിലധികം പോസ്റ്റ് മെഷീൻ വെക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് പ്രൈസിങ് വരുന്നത്? അതിനും ഇതേ വില തന്നെയായിരിക്കും. എന്നാൽ ഒന്നിലധികം മെഷീൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങളുടെ ബാക്ക് ഓഫീസ് സോഫ്റ്റ്വെയർ വാങ്ങുന്നതാണ് നല്ലത്. ഈ സോഫ്റ്റ്വെയർ ഒരു മെയിൻ കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്യും. ഇത് സെൻട്രലൈസ്ഡ് ആയിട്ട് ഒന്നിലധികം മെഷീനുകൾ, എത്ര മെഷീൻ ആണെങ്കിലും അത് ഈ ബാക്ക് ഓഫീസ് വഴി കണക്ട് ചെയ്യാൻ പറ്റും. ബാക്ക് ഓഫീസ് സിസ്റ്റത്തിലൂടെ നമുക്ക് അഡ്മിൻ റോള്, കാഷ്യർ റോള്, അല്ലെങ്കിൽ ഡാറ്റ എൻട്രി റോള് എന്ന ഡിഫറെൻറ്റ് യൂസർ റോളുകൾ നൽകാനായിട്ട് സാധിക്കും. അതെല്ലാം ഡിഫറെൻ്റ് ആയിട്ട് തന്നെ യൂസർ ലോഗിനിൽ വരുന്ന മോഡ്യൂൾസ് മാത്രമേ അതിൽ വർക്ക് ചെയ്തു. അപ്പോൾ സെൻട്രലൈസ്ഡ് ബാക്ക് ഓഫീസിൽ നിന്നുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ ഡാറ്റയും ഈ ബാക്ക് ഓഫീസ് സെൻട്രൽ സെർവറിലേക്ക് എത്തുന്നതായിരിക്കും. അവിടെ നിന്നായിരിക്കും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോവുക. എനിക്ക് ഒന്നിലധികം ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അവയെ എങ്ങനെ പരസ്പരം കണക്ട് ചെയ്യാൻ സാധിക്കും? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബാക്ക് ഓഫീസുമായിട്ട് കണക്ട് ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് ഡിഫറെന്റ് ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിലും നമുക്ക് ഡിഫറെന്റ് ബ്രാഞ്ചിനെയും ഒന്നിച്ച് സെൻട്രലൈസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഈ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ എന്തെങ്കിലും ചാർജുകളുണ്ടോ? നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആപ്പുകൾ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ ക്ലൗഡ് റിപ്പോർട്ടിംഗ് ആപ്പ്, പ്രൈസ് ചെക്കിംഗ് ആപ്പ്, ടേബിൾ ഓർഡറിംഗ് ആപ്പ്, ഇൻവെന്ററി ആപ്പ് തുടങ്ങി 18ഓളം ആപ്പുകളുണ്ട്. ഓരോന്നിനും ഏകദേശം 150 റിയാലാണ് ഇയർലി പ്രൈസിങ് വരുന്നത്. പക്ഷേ റിക്വയർമെന്റ്സ് ആൻഡ് കസ്റ്റമൈസേഷൻ അനുസരിച്ചിട്ട് വിലയിൽ ചെറിയ വ്യത്യാസങ്ങൾ വരാം. അതുപോലെ നമുക്ക് പുതിയതായിട്ടുള്ള പോസ്റ്റ് മെഷീനുകൾ ഉടൻ തന്നെ വരുന്നുണ്ട്. അത് i3 7th ജനറേഷൻ വെച്ചിട്ടുള്ള ഫുൾ പാക്ഡ് ആയിട്ടുള്ളത്. പിന്നെ അതുപോലെ അതിൻ്റെ അകത്ത് AI ഇന്റഗ്രേഷൻ ഉണ്ടാവും. അതുപോലെ ഓട്ടോമാറ്റിക് പ്രോഡക്റ്റ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംവിധാനം നമ്മളിപ്പോൾ പുതിയതായിട്ട് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ സെർവ് ചെയ്യാനുള്ള ഒരു മെഷീനാണിത്. അപ്പോൾ സാറ് വെള്ളം കുടിക്കുക. ഈ ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് റെസ്റ്റോറൻറ്റുകളിൽ മെനു എല്ലാം ഇതിൽ ആക്സസിബിൾ ആണ്. അതുപോലെ തന്നെ ഇപ്പം ഞാൻ ഓക്കെ ഇപ്പോൾ കുഴപ്പമില്ല ശരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർവ് ചെയ്തിട്ട് സ്ഥാനം തിരിച്ചു വെക്കുള്ളൂ. അതുപോലെ കിച്ചണിൽ നിന്ന് ഐറ്റംസ് എല്ലാം അവർ വെക്കുന്ന അനുസരിച്ചിട്ട് ഏത് ടേബിളാണോ ആ ടേബിളിൽ കൊണ്ടുവന്നിട്ട് സെർവ് ചെയ്തിട്ട് അതുപോലെ. ഓക്കെ, വെരി ഗുഡ്. എനിക്ക് നിങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടിനെയും വാറന്റിയെ കുറിച്ചും അറിയാൻ താല്പര്യമുണ്ട്. ഓക്കെ സാർ, വരൂ സാർ. ഇത് നമ്മുടെ പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് ആണ്. സൈറ്റിൽ പോയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളും എല്ലാം പ്രൊജക്ട് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇൻസ്റ്റലേഷൻ ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇൻസ്റ്റലേഷൻസ് കാര്യങ്ങളെല്ലാം ഇവിടെ നടക്കും. പിന്നെ അതുപോലെ ഇത് നമ്മളുടെ ടെക്നിക്കൽ ആൻഡ് വാറന്റി സപ്പോർട്ട്. ഇവിടെ നമ്മൾ 2 years വാറന്റി നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിനും കൊടുക്കുന്നുണ്ട്. എല്ലാ വാറന്റി സർവീസിങ്ങും എല്ലാം ഇവിടെ തന്നെ നമ്മൾ ചെയ്യുന്നതാണ്. ഇവരെ ചിപ്പ് ലെവൽ സർവീസിങ് വരെ നമ്മളിവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഫുള്ള് സർവീസിങ്ങും അതിൻ്റെ പാർട്സ് ചേഞ്ചിങ് എന്തെങ്കിലും ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇവിടെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, വരൂ. നമുക്ക് നമ്മുടെ ഓഫീസ് സെക്ഷൻസിലെ ഓൺലൈൻ സപ്പോർട്ടിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം. ഓഫീസിലേക്ക് പോകാം. വരൂ സാർ.
സാറേ ഇത് നമ്മളുടെ പോയിന്റ് ഓഫ് സെയിലിന്റെ സപ്പോർട്ടിംഗ് ടീമാണ്. ഓക്കെ അത് എല്ലാ ലാംഗ്വേജിലുള്ള ആൾക്കാരും ഉണ്ട് ഇവിടെ. ഓക്കെ ബംഗ്ല, അറബി, മലയാളം, ഹിന്ദി, എല്ലാ ലാംഗ്വേജസിൻ്റെയും എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരാണ് 24 hours ഓൺലൈൻ സപ്പോർട്ട് കൊടുക്കുന്നത്. അതുപോലെ നമ്മളുടെ സോഫ്റ്റ്വെയർ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ഇവിടെ ഉണ്ട്. ഓക്കെ അത് മെയിൻലി നമ്മളുടെ ഡെവലപ്മെന്റ്സ് മൊത്തം ഇന്ത്യയിലാണ് നടക്കുന്നത്, കൊച്ചി, കേരള. അപ്പോൾ അവിടെ നമുക്ക് അറൗണ്ട് 100+ സ്റ്റാഫ് ഉണ്ട്. അവിടെ ലാന ടെക്നോളജീസിലാണ് ഈ ZK പോസ്റ്റിന്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്സ് കംപ്ലീറ്റ് നടക്കുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് പ്രോഗ്രാമേഴ്സ് ഉണ്ട്. ഇവരും കസ്റ്റമൈസേഷനും സപ്പോർട്ടിനൊക്കെ സഹായിക്കും. ഇവരാണ് നമ്മളുടെ നമ്മളുടെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ടീം. കസ്റ്റമൈസേഷന്, കൺട്രോൾ പാനല് എല്ലാവർക്കും ഇവരാണ് ചെയ്യുന്നത്. സോഫ്റ്റ്വെയറിന്റെ ഡെമോസ് ഒക്കെ സാറിന് ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ്. ZK പോസ്റ്റ് സോഫ്റ്റ്വെയറിന്റെ ഇരിക്കും സാർ. അപ്പൊ സാറേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സത്കയുടെ കാര്യം സാറ് നേരത്തെ ചോദിച്ചായിരുന്നല്ലോ. അപ്പം സത്കയുടെ വെബ്സൈറ്റ് ആണ് ഇത്. ഫത്തൂറ എന്ന് പറഞ്ഞ സൈറ്റാണ്. അപ്പം അവരുടെ വെബ്സൈറ്റിൽ പോയി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ZK പോസ്റ്റ് അടിച്ച് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനി phase 2 രജിസ്റ്റർ ആയിരിക്കുന്ന കാണാൻ പറ്റും. അതുപോലെ സാറിനോട് നേരത്തെ ഞാൻ മുമ്പേ സൂചിപ്പിച്ചതുപോലെ സത്കയുടെ phase 1 ഓൾറെഡി ഫിനിഷ്ഡ് ആയി. phase 2 ആണ് ഇപ്പോൾ റണ്ണിങ്. ഇവിടെ കാണിക്കുന്നത് പോലെ phase 2 ആണ് റൺ ചെയ്യുന്നത്. അതിൽ ഇവിടെ സത്ക സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ ഇത് അവർ വേവ്സ് ആയിട്ടാണ് ഇപ്പം ഡിക്ലെയർ ചെയ്തേക്കുന്നത്. ഇത് ഓരോ വേവ്സ് ആണ് കാണിക്കുന്നത്. ഇത് ഓരോ മാസങ്ങളെ ഇവിടെ കാണിക്കുന്നത്. ഇത് 10ാം മാസം, അതായത് 31 ഡിസംബർ 2024. നേരത്തെ കഴിഞ്ഞു പോയ വേവ്സ് ആണ്. അതൊക്കെ 25 മില്യൺ ആയിരുന്നു. അതിപ്പോൾ വന്ന് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ 30 ഏപ്രിൽ 2025 5 മില്യൺ ആണ്. അതായത് ഇയർലി 5 മില്യൺ സെയിൽസ് ഉള്ളവരെ എല്ലാവരും phase 2 ആവണം. അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ഓരോ മാസം മുന്നോട്ട് വരുന്തോറും ഡിസംബർ 31 അതായത് 2025 ഡിസംബർ 31 മുമ്പ് 1 മില്യൺ ഇയർലി സെയിൽസ് ഉള്ള എല്ലാവരും തന്നെ ഈ phase 2 കണക്ട് ചെയ്തിരിക്കണം. phase 2 ഇൻ്റഗ്രേഷൻ നിർബന്ധമാണെന്നാണ് സത്ക പറഞ്ഞത്. ഓക്കെ സാർ, എന്തെങ്കിലും സാറിന് വേറെ സംശയങ്ങളുണ്ടോ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ക്ലിയർ ആണ്. ഓക്കെ സാർ, താങ്ക് യു. നമ്മൾ R&D ഡിവിഷനും കൂടെ ഉണ്ട്. അതുകൂടെ ഒന്ന് കണ്ടിട്ട് ഓക്കെ സാർ, താങ്ക് യു. വെരി സാർ. സാറേ ഇതാണ് നമ്മളുടെ R&D സെക്ഷൻ. റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, കസ്റ്റമൈസേഷന്, കസ്റ്റമർ റിലേഷന് എല്ലാം ഇവിടെയാണ് ചെയ്യുന്നത്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള ന്യൂ കസ്റ്റമൈസേഷൻസോ അല്ലെങ്കിൽ ന്യൂ അപ്ഡേറ്റ്സുകളോ ഒക്കെ തീരുമാനിക്കുന്നത് ഇവിടെ നിന്നിട്ടാണ് തീരുമാനിക്കുന്നത്. അപ്പം സാറിന് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും നീഡ്സ് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി അവർ ചെയ്തു.